ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ദീനുൽ ഇസ്ലാമിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു അറിവിനെ സംബന്ധിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ മസാലകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധാരണക്കാർക്കും നമ്മൾ അതിനെ സംബന്ധിച്ചൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന രൂപത്തിൽ, അതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ നമ്മുടെ മൈൻഡിൽ കിട്ടുന്ന രൂപത്തിൽ പഠിക്കാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യാനും ഏകദേശം ആ രൂപത്തിലുള്ള സംസാരം മാത്രം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം സംസാരങ്ങളിലൂടെ ഇൽമിനോടും ഇൽമിന്റെ മജ്ലിസുകളോടും അത് പഠിക്കാനുള്ള താല്പര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ. ഉസൂൽ ഫിഖ് എന്നുള്ള വിഷയം, അത് ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ പ്രത്യേകതകൾപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മഫാഹിറുകൾപ്പെട്ട എന്നുവെച്ചാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അറിവുകൾപ്പെട്ടൊരു അറിവാണ് ഉസൂൽ ഫിഖ് എന്ന അറിവ്. ഈ ഒരു അറിവ്, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരുപാട് വിശദീകരിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾക്കൊരു കോട്ട, ആ കോട്ട ഖുർആനും സുന്നത്തുമായ കോട്ടയാണ്. ശ്രദ്ധിക്കണേ, ഖുർആനും സുന്നത്തുമാകുന്ന കോട്ട. ആ കോട്ടയുടെ മതില്, അതിൻ്റെ അതിർവരമ്പ് അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു തടസ്സം, കിടങ്ങ് എന്നൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വെച്ചാൽ അതിൻ്റെ ബൗണ്ടറിയാണെന്ത്, ഇജ്മാ എന്നുള്ളത്. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയുടെ അല്ലെങ്കിൽ ഈ കോട്ട മതിലിന്റെ വാതിലാണെന്ത്, ഉസൂലുൽ ഫിഖ് എന്നുള്ളത്. ഈ കോട്ട മതിലിന്റെ വാതിലാണ് ഉസൂലുൽ ഫിഖ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു കോട്ട അത് വളരെയധികം ശക്തിമത്തായ രൂപത്തിൽ കെട്ടിയിട്ടുണ്ട്, വളരെ ബലവത്തായ ഇഷ്ടികകൾ കൊണ്ടും, എന്നുവെച്ചാൽ ഒന്നുകൊണ്ടും തകർക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുക, സങ്കല്പിക്കുക, ആ കോട്ടയ്ക്ക് ചുറ്റും വളരെ ശക്തമായ ഒരു മതിലും, എന്നുവെച്ചാൽ മറികടക്കാൻ സാധിക്കാത്ത, അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മറയും അതിനുണ്ട്. പക്ഷെ ഈ കോട്ടയ്ക്ക് വാതിലില്ലെങ്കിലോ, ഇത്രയും സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഇത്രയും ബലവത്തായ കോട്ടയ്ക്ക് ഒരു വാതിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയാണ് ഉസൂലുൽ ഫിഖ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തൊരാൾ ദീനിന്റെ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് ഇതുപോലെയാണ്. ദീനിൽ ആളുകൾക്ക് തോന്നിയതെന്തും പറയാൻ പറ്റുമായിരുന്നു, എന്തില്ലെങ്കിൽ ഉസൂലുൽ ഫിഖ് ഇല്ലെങ്കിൽ. ഏതൊരാൾക്കും നമ്മൾ ശ്രദ്ധിക്കണം, ദീനിന്റെ വിഷയത്തിൽ ദീനിന്റെ പേര് പറഞ്ഞ് ഒരാൾക്കും ദീനിൽ പെടാത്ത ഒരു കാര്യവും പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഉസൂലുൽ ഫിഖ് എന്ന വിഷയം നിലനിൽക്കുന്നതുകൊണ്ടാണ്. വെച്ചാൽ ദീനിലുള്ളത് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തുന്നതിലും ദീനിലില്ലാത്തത് ദീനിൽ കടന്നു വരാതിരിക്കുന്നതിലും ഉസൂൽ ഫിഖ് എന്ന വിഷയത്തിന്റെ പങ്ക്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പിന്നെ അങ്ങേയറ്റം വലുതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദീനിനെ കലർപ്പില്ലാത്ത രൂപത്തിൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കലർപ്പില്ലാത്ത ദീനുൽ ഇസ്ലാമുമായി റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാണ് നമ്മൾ എന്ത് പറയാ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, സലഫിയത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്, വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. ഈ ഒരു രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയെങ്കിലേ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു ചെറിയൊരു വിഭാഗത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ദീനിൽ അന്നില്ലാത്തതൊന്നും കലരരുത്, ഒന്നും കൂടുതലായി വരരുത്, ഒന്നും കുറയുകയും ചെയ്യരുത് എന്ന കണിശത നമുക്കുള്ളത് വേറൊരു കാരണം കൊണ്ടല്ല. മറിച്ച് അങ്ങനെ നമ്മൾ തുടർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഉസൂൽ ഫിഖ് എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണ്. എത്രത്തോളം ഈ ഒരു കോട്ട, അതിന്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ശ്രദ്ധിക്കാം, വിഷയത്തിലേക്ക് കടക്കാം. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ്. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ദീനിലെ തെളിവുകൾ, അദില്ലത്ത്. എന്തൊക്കെയാണ് ദീനിൽ തെളിവുകളായി പരിഗണിക്കാൻ പറ്റുക? ഇന്ന കാര്യങ്ങൾ ദീനിൽ തെളിവാകുമോ, ഇന്ന കാര്യം ദീനിൽ തെളിവാകില്ലയോ എന്നുള്ള വിഷയങ്ങളാണ് ഒന്നാമത് വരിക. രണ്ടാമത്തത്, ഈ തെളിവുകളിൽ നിന്ന് എങ്ങനെയാണ് വിധിവിലക്കുകൾ പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ, ഒരു ആയത്ത് വന്നു കഴിഞ്ഞാൽ അത് വാജിബിനെയാണോ അറിയിക്കുന്നത്, അല്ലെങ്കിൽ അത് ഹറാമിനെയാണോ അറിയിക്കുന്നത്, അല്ലെങ്കിൽ അത് മുസ്തഹബിനെയാണോ അറിയിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ ആയത്ത് നമുക്ക് എങ്ങനെയാണ് ആ വിധി മനസ്സിലാക്കാൻ സാധിക്കുക? ഇതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം ഉസൂൽ ഫിഖിന്റെ. മൂന്നാമത്തെ ഭാഗം, ഇങ്ങനെ ആരാണ് ദീനിന്റെ വിഷയങ്ങളിൽ ഖുർആനും സുന്നത്തും തെളിവ് പിടിച്ച് സംസാരിക്കേണ്ടത്? ആരാണ്? എല്ലാവർക്കും സംസാരിക്കാമോ എന്നുള്ള വിഷയം. ഈ 3 കാര്യങ്ങൾ, ഇതാണ് ഉസൂൽ ഫിഖിന്റെ ചുരുക്കം. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കുറച്ചൊരു വ്യക്തം. ഒന്നാമത്തെ ഭാഗം തെളിവുകൾ. ദീനിൽ തെളിവുകൾ എന്തൊക്കെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കി, ദീനിന്റെ പേരിൽ സംസാരിക്കുന്ന ആളുകൾ, അവർക്ക് ദീനിൽ പല കാര്യങ്ങളും തെളിയിക്കാൻ അവർ തെളിവായി മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുണ്ടാവും. ചിലരെന്ത് ചെയ്യും? അവനവന്റെ വസ്വാസുകൾ, കശ്വെന്നും ഇൽഹാമെന്നും പറഞ്ഞെന്ത് ചെയ്യും? അവനവന് തോന്നിയ കാര്യങ്ങൾ ദീനായിട്ട് എന്ത് ചെയ്യും? തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു കാര്യത്തെ ദീനിൽ തെളിവായി നിശ്ചയിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വപ്നം കാണുന്നത് ദീനിൽ തെളിവായി നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കള്ള ഹദീസുകൾ എന്നുവെച്ചാൽ സനത് ഒത്തിട്ടില്ലാത്ത, സ്വഹീഹായ സനത് വന്നിട്ടില്ലാത്ത, സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളെ ദീനിൽ തെളിവായി സ്വീകരിക്കുന്ന ഇങ്ങനെ പല ജാതി ആളുകളുണ്ട്. ഇതിൽ നമ്മൾക്ക് നമ്മുടെ ദീനിൽ നമ്മൾക്ക് തെളിവായി അവലംബിക്കേണ്ടത് എന്താണ്? നമ്മൾ എന്ത് കാര്യം അറിയിക്കുമ്പോഴാണ് നമ്മളത് ദീനായി കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഉസൂൽ ഫിഖിന്റെ ഏറ്റവും ആദ്യത്തെ കാര്യം, ആദ്യത്തെ പടി അതിലാ വരും. ഒന്നാമത്തെ വിഷയം. ഈ ഒരു മേഖലയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് വിശദീകരിച്ച് പിന്നീട് പറയാം. ഇതിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ ഒന്നാമത്തെ വിഭാഗം എന്ന് വെച്ചാൽ ഖുർആനും അല്ലെങ്കിൽ സുന്നത്തും അല്ലെങ്കിൽ ദീനിലെ മറ്റുള്ള തെളിവുകളും, ഈ തെളിവുകളിൽ നമ്മൾ എങ്ങനെയാണ് വിധി മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് അതൊരു വാജിബാണെന്നും അല്ലെങ്കിൽ അത് ഹറാമാണെന്നും അല്ലെങ്കിൽ അത് സുന്നത്താണെന്നും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദീനിൽ ഒരു കാര്യം വാജിബാവുകയും ഹറാമാവുകയും സുന്നത്താവുകയും ജായിസാവുകയും ഒക്കെ ചെയ്യുന്നത് സ്വഹീഹായ ഹദീസുകളും ഖുർആനും കൊണ്ട് മാത്രമാണ്. ശ്രദ്ധിക്കണേ, ദീനിൽ ഒരു കാര്യം അത് ദീനാകുന്നത് ഒന്നുകിൽ ഖുർആനിൽ അത് സ്ഥിരപ്പെട്ടു വരണം, അല്ലെങ്കിൽ ഖുർആനിൽ വരണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടു വരണം. അപ്പൊ ഖുർആനും സ്വഹീഹായ ഹദീസുകളും കൊണ്ടാണ് എന്ത് ചെയ്യുക? ദീനിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലുള്ളതേ ദീനാവുകയുള്ളൂ. എന്ന് വെച്ചാൽ അത് അറിയിക്കുന്നതാണ് എന്ത്? ദീനം. അത് ഒരു കാര്യത്തെ അറിയിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദീനിൽ തെളിവായി അവലംബിക്കാൻ സാധിക്കും. അതൊരു കാര്യത്തെ തെളിവായി അല്ലെങ്കിൽ അതൊരു കാര്യത്തെ അറിയിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾക്ക് ദീനായി അവലംബിക്കാൻ സാധിക്കുകയുമില്ല. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വഹിയായി അവതരിപ്പിച്ചത് ഖുർആനും സുന്നത്തും മാത്രമേ ഉള്ളൂ. ഖുർആനും സുന്നത്തും, ഈ 2 വഹികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നത്. ഈ 2 വഹികൾ പിൻപറ്റാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പിൻപറ്റുക എന്നുള്ളതാണ്, അതാണ് ആ ഒരു അതിൽ പറയപ്പെടുന്ന, അതറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്താവുകയുള്ളൂ? ദീനാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം.
ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല, ചെയ്യാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അവിടെ ഉണ്ടാവുകയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരകം, മുഖ്തള എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, അത് ചെയ്യുന്നതിൽ നമ്മൾ തടസ്സപ്പെടുത്തുന്ന കാര്യം, മാനി എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്തേതുപോലെ മുസ്ഹഫുകൾ അല്ലെങ്കിൽ ഇൽമിന്റെ കിതാബുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. മുസ്ഹഫുകൾ അത് സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന മുസ്ഹഫുകൾ പോലെയാണ് ഇന്നത്തെ കാലത്ത് മുസ്ഹഫുകൾ? അല്ല. അപ്പൊ അന്ന് ഇല്ലാത്ത, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത്, അന്നത്തെ കാലത്ത് എന്താണോ ദീന് അതല്ലാത്തതൊന്നും എന്താവൂല. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലൻ യകൂനൽ യൗമ ദീൻ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാവുകയില്ല. നമ്മൾ പറയാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ബിദ്അത്തുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ മുസ്ഹഫുകൾ അച്ചടിക്കുന്നതും ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതൊക്കെ ബിദ്അത്തുകളല്ലേ? മസ്ജിദുകൾ ഈ രൂപത്തിൽ നിർമ്മിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഇതെല്ലാം ദീനിൽ നമുക്ക് ചെയ്യാൻ അനുവാദമുണ്ട് എന്നുള്ളതിന് തെളിവെന്താണ്? നമുക്ക് അനുവാദമുള്ളതല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ ബിദ്അത്തുകളിൽ പെടുമോ ഇല്ലയോ? ഇതൊക്കെ ഉസൂൽ ഫിഖിൽ വരുന്ന വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, മുഖ്തളയും മാനിയും, ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരകവും അത് ചെയ്യാനുള്ള തടസ്സവും. ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരകവും അത് ചെയ്യാനുള്ള തടസ്സവും. ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു കാര്യത്തെ ബിദ്അത്തും അതല്ലാത്തതും ആക്കുക. ഉദാഹരണത്തിന് നബിദിനാഘോഷം വരികയാണല്ലോ. നബിദിനാഘോഷം എന്തുകൊണ്ടാണ് ബിദ്അത്താണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ബിദ്അത്താണെന്ന് പറയുന്നത്? അന്ന് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല, തബഉ താബീങ്ങൾ ചെയ്തിട്ടില്ല. ഇവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ദീനിൻ്റെതായിട്ടൊന്നും ചെയ്യുന്നില്ലേ? ദീനിന്റെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ജാമിയ ഇസ്ലാമിയെ പോലെ മദീനയിൽ, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്വഹാബത്തിന്റെയോ താബഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ബിദ്അത്തുകൾ പെടില്ല. എന്താണ് ഈ പുതിയ കാര്യങ്ങളിൽ ബിദ്അത്താകുന്നതും ആകാത്തതും തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ സാധിക്കാം? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ബിദ്അത്ത് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ഹൗദിൽ നിന്ന് വെള്ളം തടയപ്പെടുന്ന ആ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും അല്ലേ? ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ വെള്ളം കോരി കൊടുക്കുമ്പോൾ നിസ്കാര തഴമ്പുള്ള വുളൂവിന്റെ അടയാളങ്ങളുള്ള ചില ആളുകൾ കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാത്തുനിന്ന് അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മലക്കുകൾ അവരെ ഹൗദിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക്, നരകത്തിന്റെ വഴിയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്. അവരിങ്ങോട്ട് കടത്തിവിടാൻ അവർ. അപ്പൊ മലക്കുകൾ പറയുന്നതാ, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, താങ്കൾക്ക് ശേഷം അവർ ദീനിൽ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയതെന്ന് താങ്കൾക്ക് അറിയുകയില്ല റസൂലെ എന്നാണ് എന്ത് ചെയ്യുന്നത്. അവർ പറയുന്നത് വെച്ചാൽ പുതുതായ ഒരു കാര്യം ദീനിൽ നമ്മുടെ വകയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ വകയായിട്ടോ ഉസ്താക്കന്മാരുടെ വകയായിട്ടോ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യം. അപ്പൊ നമ്മളിത് അറിയേണ്ട കാര്യമാണ്. ഇതൊക്കെ ഉസൂൽ ഫിഖിൽ വരുന്ന വിഷയം. എങ്ങനെയാണിത് വേർതിരിക്കുക? അതിനാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നിന് പ്രേരകം അല്ലെങ്കിൽ മുഖ്തവ എന്ന അറബിയിൽ പറയും, മറ്റൊന്നിന് മാന്യ, തടസ്സം. നബിദിനാഘോഷം മനസ്സിലാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നബിദിനാഘോഷം നമ്മൾ എന്തുകൊണ്ടാണ് ബിദ്അത്താണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഈ നമ്മൾ ശ്രദ്ധിച്ച ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു നോക്കുക. മുഖ്തവ, ഒന്നാമത്തെ കാര്യം മുഖ്തവ, പ്രേരകം എന്നുവെച്ചാൽ നബിദിനം ആഘോഷിക്കാൻ ആ ആഘോഷിക്കുന്ന ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന് അവര് തന്നെ പറയുന്നത് എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അല്ലെ, ഹുബ്ബുർ റസൂൽ എന്ന് റബീഉൽ അവ്വലിന്റെ പോസ്റ്ററുകളിലൊക്കെ ഏറ്റവും മുകളിൽ കാണാം, വലുതായി ഹെഡിങ്ങുകളായിട്ട് കാണാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ് അതിനെന്ത് ചെയ്യുന്നത്, അവരതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, അവർ തന്നെ വാദിക്കുന്നത് അതാണ്.
ഇതാണ് മുഖ്തദ, ആ കാര്യം ചെയ്യാനുള്ള പ്രേരകം. നമ്മൾ ശ്രദ്ധിക്കുക, ഈ മുഖ്തദ, ഈ ഒരു പ്രേരകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വഹാബത്തിന് അത് ഉണ്ടായിരുന്നു. നമ്മൾ പരിശോധിക്കാം. ഈ ഒരു മുഖ്തദ എന്ന് വെച്ചാൽ എന്തൊരു മുഖ്തദ പറഞ്ഞിട്ടാണോ, എന്തൊരു കാര്യം പ്രേരകം പറഞ്ഞിട്ടാണോ അവർ ഈ പ്രവർത്തനം ചെയ്യുന്നത്, ആ കാര്യം സ്വഹാബത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നോക്കുക, പരിശോധിക്കുക. ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, ഹുബ്ബുർ റസൂൽ, സ്വഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? ഉറങ്ങാം, ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ഖൗമും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരു ഖൗമിനും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ഒരു ഖൗമിനും ഇഷ്ടപ്പെടാൻ വിശദീകരിക്കാന്ന് ഒരുപാട് പറയാനുണ്ട്. അത്രയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയും അവരെ പ്രത്യേകം പുകഴ്ത്തുകയൊക്കെ ചെയ്ത സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന അവരായിരുന്നു, സ്വഹാബത്തായിരുന്നു. അപ്പൊ ഈ മുഖ്തദ അവരിലുണ്ട്. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ആരിലുണ്ട്? സ്വഹാബത്തിലുണ്ട്. പിന്നെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്താ? മുഖ്തദ അല്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താ? മാനിഅ, തടസ്സം. എന്ന് വെച്ചാൽ ചെയ്യാൻ ഉള്ള തടസ്സം എന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് ആഘോഷിക്കുന്നത് പോലെ നബിദിനം ആഘോഷിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ സ്വഹാബത്തിന്? മക്ക കാലഘട്ടത്തിൽ പിന്നെ ഉണ്ടായിരുന്നു പറയാം, ഒരുപാട് മുശ്രിക്കീങ്ങളുടെ കീഴിലായിരുന്നു. എന്നാൽ മദീനത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണത്തിന് കീഴിലാണ്. അത്രയും വർഷക്കാലം അവർ ജീവിച്ചത്. ഏതെങ്കിലും ഒരു വർഷം, ഒരു റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ അവരെന്തെങ്കിലും പ്രത്യേകമായി ഭക്ഷണം പാചകം ചെയ്യേ, അന്നദാനം നടത്തേ, റോട്ടിൽ എന്തെങ്കിലും പരിപാടികൾ, കലാപരിപാടി നടത്തേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അവർക്കതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇവിടെ മുഖ്തദയുണ്ട്, മാനിഅ ഇല്ലതാണ്. ശ്രദ്ധിക്കണേ, ഒരു കാര്യം ചെയ്യാനുള്ള മുഖ്തദയുണ്ട്, അതിനെന്തില്ല? മാനി അവിടെ ഇല്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്താവും. അങ്ങനൊരു കാര്യം നമ്മൾ ദീനിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്താവും. ഇനി ഇത് രണ്ടും വരാത്തൊരു കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ഹഫിന്റെ വിഷയം തന്നെ എടുക്കാം. മുസ്ഹഫ് ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലാണോ? അല്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മുസ്ഹഫ് ക്രോഡീകരിച്ചത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ചെയ്തതല്ലേ? അല്ലേ? അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇങ്ങനെയാണ്, മുഖ്തദയും മാനിഅയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടും അത് ബിദ്അത്താവാതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കാനുള്ള മുഖ്തദ, അതിനുള്ള പ്രേരകം ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? എല്ലാ ആളുകളും മനപ്പാടാക്കുക, എല്ലാ ആളുകളും അത് കൃത്യമായി മനപ്പാടമാക്കുന്ന ആളുകളാണ്. പിന്നെ എന്താ സംഭവിച്ചത്? മുഖ്തദ പിന്നീട് വരാനുള്ള കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളിലായിട്ട് ഖുർആൻ മനപ്പാടമാക്കിയിരുന്ന ഒരുപാട് ആളുകൾ വളരെ എണ്ണത്തിൽ കൂടുതൽ ഓരോ യുദ്ധങ്ങളിലും കൊല്ലപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ഖുർആൻ മനപ്പാടമാക്കിയിരുന്ന ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാണെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോ മുസ്ഹഫും ഇല്ല, മനപ്പാടമാക്കിയ ആളുകളും ഇല്ല. എന്ത് നഷ്ടപ്പെട്ടു? ഖുർആൻ നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു മുഖ്തദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് വന്ന മുഖ്തദയാണ്. ശ്രദ്ധിക്കണേ, പിന്നീട് വന്ന മുഖ്തദയാണ്. അതുകൊണ്ട് ആ സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതെന്താവൂല? അത് ബിദ്അത്താവുകയില്ല. ഉദാഹരണത്തിന് ഞാൻ കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി പറയാം. ഇപ്പോ അൽബാനി റഹിമഹുല്ലാ, മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, അദ്ദേഹത്തിനെ പറ്റി ബിദ്അത്തുകാരനാണ്, അയാൾ പുത്തൻവാദക്കാരനാണ്, എന്താ മുൻഗാമികളൊന്നും ചെയ്യാത്ത കാര്യം എന്താണ്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹിനെയും ദഈഫിനെയും വേർതിരിക്കാം. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും, രണ്ട് സ്വഹീൽ ബുഖാരി മുസ്ലിം മാറ്റി നിർത്തി കഴിഞ്ഞാൽ
മിക്ക ഹദീസ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടിനെയും സ്വഹീഹിനെയും ദഈഫിനെയും ഒക്കെ വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ അബൂദാവൂദ് ആണെങ്കിൽ സ്വഹീഹ് അബൂദാവൂദ് ഉണ്ട്, ദഈഫ് അബൂദാവൂദ് ഉണ്ട്. തിർമിദി അങ്ങനെ തന്നെ. ഓരോ ഹദീസ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്വഹീഹിനെയും ദഈഫിനെയും രണ്ടിനെയും വേറെ വേറെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് സലഫുകൾ ചെയ്തിട്ടില്ല. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥം എഴുതുമ്പോൾ രണ്ടിനും ചേർത്തിട്ട് എഴുതിയത്. അതുപോലെ തന്നെ ഇമാം തിർമിദിയും നസായി ഒക്കെ അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്തത്. അവരൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് ആര് ചെയ്യുന്നത്, അൽബാനി റഹിമഹുല്ലാഹ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന ഒരാൾ ചെയ്യുന്നത്. അതായത് പുത്തനാശയല്ലേ, ബിദ്അത്തല്ലേ. എന്താ കാരണം? അന്നത്തെ കാലത്ത് ഇല്ലാത്ത മുഖ്തള ഇന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇല്ലാത്ത മുഖ്തള ഇന്നുണ്ട്. അന്നത്തെ കാലത്ത് എന്താ പറയാ, ഒരാൾക്ക് ഒരു സനദോട് കൂടി ഒരു ഹദീസ് എടുത്തു അത് ഗ്രന്ഥങ്ങൾ പരാമർശിച്ചു കഴിഞ്ഞാൽ അവർക്കതിന്റെ ബാധ്യത കഴിഞ്ഞു. കാരണം ആ സനദ് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഈ ഹദീസ് ദഈഫാണ്. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഇപ്പോൾ അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും പോരായ്മകളുടെ ഞാൻ പറയും, പോരായ്മകൾ ഇല്ലാത്തതിൽ ഞാൻ എന്ത് ചെയ്യും, മിണ്ടാതിരിക്കും. ഇങ്ങനെയുള്ള വിശദീകരണങ്ങളും അവരുടെ ഗ്രന്ഥം എഴുതുന്ന രീതികളൊന്നും ഇതൊന്നും ആർക്ക് മനസ്സിലാകാതായി. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെന്താ പറയാ, സിഹാഹു സിത്ത എന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം, സിഹാഹു സിത്ത എന്ന് പറയാം. സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരർത്ഥത്തിൽ പണ്ഡിതന്മാർ ഉപയോഗിക്കാറ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ആ 6 ഗ്രന്ഥങ്ങളുള്ളതെല്ലാം സ്വഹീഹാണെന്നുള്ള അർത്ഥത്തിലാണ്. അതിലുള്ളതെല്ലാം സ്വഹീഹാണെന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ സ്വഹീഹുണ്ട്, അല്ലാത്തതുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് ആ മുഖ്തദ ഉണ്ടായിരുന്നില്ല, അതിന് പ്രേരിപ്പിക്കുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് സനദോടുകൂടി ഒരു ഹദീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസല്ല എന്ന് ഏകദേശമുള്ള ആളുകൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഈ മുഖ്തദ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലോ, ഇന്നത്തെ കാലത്ത് സനദ് എന്താണെന്നും മത്തിനെന്താണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ്. സനദ് എന്താണെന്നും ഒരു ഹദീസിന്റെ സനദ് എന്താണെന്നും മത്തിനെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു മോശം അവസ്ഥയിലേക്ക് ആളുകളായിപ്പോയി. അപ്പൊ അത് ഒരു പുതിയ മുഖ്തദ വരികയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഉസൂൽ ഫിഖിന്റെ പ്രാധാന്യം മനസ്സിലാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട ഖവായിദുകൾ വേഗത്തിൽ പറഞ്ഞു പോവാണ്. അപ്പോ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഉസൂൽ ഫിഖിന്റെ ഒരു ഖാഇദയാണെന്ത്, 2 കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്, മുഖ്തളയും മാനിയും. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആ കാര്യത്തിന് മുഖ്തള ഉണ്ടായിരിക്കുകയും അതിനൊരു മാനി ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളത് ചെയ്താൽ അത് ബിദ്അത്താവും. എന്നിട്ട് നമ്മളത് ചെയ്താൽ അത് ബിദ്അത്ത്. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലോ സ്വഹാബത്ത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കിയ കാര്യങ്ങളിലോ ഒരു വിഷയത്തിന് മുഖ്തദ ഉണ്ടായിരിക്കുകയും മാനി ഇല്ലാതിരിക്കുകയും എന്നിട്ടും അവരത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ എന്താവും, അത് ബിദ്അത്താവും. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ അത് ബിദ്അത്താവും. ഇപ്പോ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചൊരു വ്യക്തമാകാൻ വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് മുഖ്തദ ഉണ്ട് എന്നാൽ മാനിയം ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു സംഭവമാണ് എന്ത്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റമദാനിലെ തറാവീഹിന് എന്ത് ചെയ്തു, ആളുകൾ പല ഇമാമിയങ്ങളായി നിസ്കരിക്കുന്ന ആളുകളെ ഒന്നിച്ചൊരു ഇമാമിന്റെ കീഴിലാക്കി മസ്ജിദിൽ തറാവീഹ് നിസ്കാര ജമാഅത്തായി അദ്ദേഹം ആരംഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് നിർത്തിയ കാര്യമാണ്. പിന്നെ എങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങാം, ബിദ്അത്താവൂലേ? ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, 3-4 ദിവസങ്ങൾ നിസ്കരിച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവസാനിപ്പിച്ചു. പിന്നെ ആ 4 ദിവസം നിസ്കരിച്ചല്ലാണ്ട് പിന്നെ നിസ്കരിച്ചിട്ടില്ല മരിക്കും വരെ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് തുടങ്ങുക, വീണ്ടും എങ്ങനെ ആരംഭിക്കുക? അത് ബിദ്അത്താവൂലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാനിഅന്റെ വിഷയമാണ്.
നേരത്തെ പറഞ്ഞത് മുഖത്തള്ളന്റെ വിഷയമാണെങ്കിൽ ഇവിടെ മാനിഅന്റെ വിഷയം. ഇവിടെ എന്താണ് മാനിഅന്റെ വിഷയം? ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർത്തുമ്പോൾ അതിന് കാരണമായിട്ടൊരു വിഷയം പറഞ്ഞിരുന്നു. എന്താണ്? എന്താ പറഞ്ഞത്? നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഈ നിസ്കാരം നിങ്ങൾക്ക് റമദാനിലെ തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ വഹി അവസാനിച്ചു. പിന്നെ വഹി ഇറങ്ങൂല. എന്നുവെച്ചാൽ അതിനു മുമ്പ് എന്താണോ നിർബന്ധമായിരുന്നു അതല്ലാണ്ട് പിന്നെന്താവൂല, ഒരു കാര്യം പുതുതായിട്ട് നിർബന്ധമാവൂല. എന്നുവെച്ചാൽ അവിടെ ആ മാനി അവസാനിച്ചു. എന്തോടുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ ആ മാനി എന്ത് ചെയ്തു? നീങ്ങി. അപ്പോൾ അവിടെ ആ പ്രവർത്തനം ചെയ്യുന്നത് എന്തല്ല, അത് ബിദ്അത്താവുകയില്ല. അപ്പോൾ ആ പ്രവർത്തനം ചെയ്യുന്നത് എന്താവൂല? ബിദ്അത്താവുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, കാരണം നമ്മുടെ ചുറ്റും ബിദ്അത്തിന്റെ ആളുകളാണ്, ബിദ്അത്തിന്റെ വക്താക്കളാണ്. അവർ ഓരോ ദിവസവും ഓരോ ബിദ്അത്തുകളായി രംഗപ്രവേശനം ചെയ്ത് ബിദ്അത്തുകൾക്ക് അവസാനമൊന്നും ഉണ്ടാവില്ല. ഓരോ ദിവസവും ഓരോന്ന് പുതിയത് വന്നുകൊണ്ടേയിരിക്കും. സുന്നത്താണ് മാറാതെ നിലനിൽക്കുകയുള്ളൂ. സുന്നത്താണ് മാറാതെ എന്നും അതേപോലെ നിലനിൽക്കുകയുള്ളൂ. ബിദ്അത്തുകൾക്ക് യാതൊരു അവസാനം ഉണ്ടാവും. നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഒരു അടിസ്ഥാനം, ഉസൂൽ ഫിഖിന്റെ അടിസ്ഥാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസൂൽ ഫിഖിന്റെ അടിസ്ഥാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു വിഷയം, ഉസൂൽ ഫിഖിന്റെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോഴും പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണെന്ത്, പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്ന ഒരു വിഷയമാണെന്ത്, തൗഹീദ്. തൗഹീദിന് എത്ര ഇനങ്ങളുണ്ട്? എത്ര ഇനങ്ങളുണ്ട്? അത് ഏത് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? തൗഹീദിന് ഇത്ര ഇനങ്ങൾ ഏത് ആയത്തിലുള്ളത്? ഏത് ഹദീസിലുള്ളത്? ഏതെങ്കിലും ഒരു ആയത്തിൽ തൗഹീദ് ഇത്ര ഇനമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ആയത്തിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മളത് പറയാം? ഇത് ഇബ്നു തൈമിയ്യയുടെ കണ്ടുപിടുത്തമല്ലേ? അല്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കണ്ടുപിടുത്തമല്ലേ? ഇതൊക്കെ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, നമുക്ക് യഖീന് വേണ്ട പല കാര്യങ്ങളിലും ഉസൂൽ ഫിഖുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ തെളിവാകുന്നത്? എന്താ അതിനുള്ള തെളിവെന്താ? എവിടെ പറഞ്ഞിട്ടുള്ളത്? ഇതിനെയാണ് ഉസൂൽ ഫിഖിൽ ഇസ്തിഖ്റാ അല്ലെങ്കിൽ തതബ്ബു എന്ന് പറയും. ഇസ്തിഖ്റാ അല്ലെങ്കിൽ തതബ്ബു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ തെളിവുകളും, ഖുർആന്റെ ആയത്തുകളാണെങ്കിലും സ്വഹീഹായ ഹദീസുകളാണെങ്കിലും, അതെല്ലാം ആ വിഷയത്തിൽ കഴിവുള്ള പണ്ഡിതന്മാർ ഒരൊറ്റ സ്ഥലത്തേക്ക് ചേർത്ത് കൊണ്ടുവരും. അതെല്ലാം നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിന്റെ ഒരു ഖുലാസ, അതിന്റെ വിധി എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. അതിനാണ് ഇസ്തിഖ്റാ ചെയ്യാന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. നിസ്കാരത്തിന് ശുറൂത്തുകളുണ്ട്, അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഇങ്ങനെ ഏത് ഹദീസിൽ ഏത് ആയത്തിലാണ് നിസ്കാരത്തിന് ശുറൂത്തുകൾ അർക്കാനുകൾ വന്നിട്ടുള്ളത്? ഏതെങ്കിലും ഹദീസ് ഉണ്ടോ അങ്ങനെ? ഇന്നത് നിസ്കാരത്തിന്റെ ശുറൂത്തുകളാണ്, ഇന്നത് നിസ്കാരത്തിന്റെ അങ്ങനെ ഏതെങ്കിലും ഹദീസോ ആയത്തോ ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മളത് പറയാം? ഈ തൗഹീദിന്റെ 3 ഇനം നിഷേധിക്കുന്നവർ പോലും എന്ത് ചെയ്യാറുണ്ട്? നിസ്കാരത്തിന് ശുറൂത്തുകളും അർക്കാനുകളും വാജിബാത്തുകളും സുന്നത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതെങ്ങനെ കിട്ടിയത്? അങ്ങനെ തന്നെ ഇത് കിട്ടിയത്. അതെങ്ങനെയാണോ കിട്ടിയത് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തത്? ഇതും കിട്ടിയത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശുറൂത്തുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് എത്ര ശുറൂത്തുണ്ട്? എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായി ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഷഹാദത്ത് കലിമ ഉച്ചരിച്ച എല്ലാ ആളുകളും സ്വർഗത്ത് പോവും.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നമുക്കറിയാം മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്നവർ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി പറയാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, ജിഹാദിൽ പോലും പങ്കെടുക്കാറുണ്ട്. അപ്പൊ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ചില നിബന്ധനകൾ എന്തിനുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളായിത്തീരാൻ അവിടെ ബാക്കിയുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നത് ഇങ്ങനെ, ഇതിനാണ് ഇസ്തിഖ്റ. അത് പല തെളിവുകളിലൂടെ വന്നിട്ടുള്ള വിഷയങ്ങളാണ്, പല തെളിവുകളിലായി വന്നിട്ടുള്ള. ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് അതിൽ നിന്നൊരു വിധി കണ്ടെത്തുന്നതിന് ഇസ്തിഖ്റ ചെയ്യുക, തതബ്ബു ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനങ്ങനെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇത് അഹ്ലുസുന്നത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അഹ്ലുസുന്നത്തിന്റെ മാത്രം പ്രത്യേകത. ബിദ്അത്തിന്റെ കക്ഷികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വിഷയത്തിലുള്ള എല്ലാ തെളിവുകളും ചേർത്ത് വെക്കുകയില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിദ്അത്തിന്റെ കക്ഷികൾ അവരൊരിക്കലും ആ വിഷയത്തിലുള്ള എല്ലാ തെളിവുകൾക്കും യോജിച്ച നിലപാടാവൂല. അവർ ഏതെങ്കിലും ഒരു ആയത്തിനോ ഹദീസിനും എതിരായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആയത്തിനോ ഹദീസിനെതിരെ, ഒരൊറ്റ ആയത്തിനും ഒരൊറ്റ ഹദീസിനും ഒരു വിഷയത്തിൽ പോലും എതിരായിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എല്ലാം സാധിക്കൂല. കാരണം അവരുടെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തുകളും, ഏതൊരു വിഷയം ആയിക്കോട്ടെ, ആ വിഷയത്തിൽ എല്ലാ ആയത്തുകളും എല്ലാ ഹദീസുകളും ഒരുമിച്ച് ചേർത്ത് ആ എല്ലാ ആയത്തുകളും ഹദീസുകളും അതെല്ലാം കൂടി അറിയിക്കുന്ന ഒരു അർത്ഥം ഉണ്ടാവും. ഒന്നും മറ്റൊന്നിന് എതിരാവാത്തൊരർത്ഥം. ആ അർത്ഥമാണ് അവരവരുടെ വിശ്വാസമായി സ്വീകരിക്കുക, അവരവരുടെ നിലപാടായി സ്വീകരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവരൊരിക്കലും ഒരായത്തുകൊണ്ട് മറ്റേ ആയത്തിനെ ഖണ്ഡിക്കുന്ന രൂപത്തിൽ, തള്ളിപ്പറയുന്ന രൂപത്തിൽ ഒരിക്കലും അവരുടെ നിലപാടുണ്ടാവില്ല. നിങ്ങൾക്ക് വിപരീതം പറഞ്ഞാൽ മനസ്സിലാവും എളുപ്പത്തിൽ. വിപരീതം പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിലാവും. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ കുബൂരികൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള സൂഫികൾ, അവരുടെ പൊതുവേ ഉള്ളൊരു വിശ്വാസമാണ്, നിലപാടാണ് ഷഫാഅത്തിനെ സംബന്ധിച്ചുള്ള നിലപാട്. ഷഫാഅത്തിനെ സംബന്ധിച്ചുള്ള, ഷഫാഅത്തിൽ പരിധി കവിഞ്ഞവരാണ്. അതിൽ ദീൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ കടന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ എന്തായാൽ മതി, മുരീദായാൽ മതി, ആ ത്വരീഖത്തിലെ ശൈഖ് എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ടി ഷഫാഅത്ത് പറഞ്ഞോളും എന്നുള്ള വിശ്വാസം. അതവരുടെ മുഹിദ്ദീമാലിലൊക്കെ ആ വിഷയമൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷഫാഅത്തിന്റെ വിഷയത്തിൽ പരിധി കവിഞ്ഞ ആളുകൾ അവരെന്ത് ചെയ്യുന്നില്ല, ഷഫാഅത്ത് എന്നുള്ളതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ എന്ത് ചെയ്യുന്നില്ല, അവർ പരിഗണിക്കുന്നില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹുവിന് എടുക്കൽ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു വിഷയത്തിൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഷഫാഅത്ത് പറയാൻ പറ്റൂല. അതുപോലെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന് അനുമതി പ്രകാരം അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഷഫാഅത്ത് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും എന്ത് ചെയ്യില്ല, അവർ പരിഗണിക്കൂല. അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെടണമെങ്കിൽ ഏറ്റവും മിനിമം ശിർക്ക് കലരാത്ത ഒരാളായിരിക്കും. ശിർക്ക് കലർന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് അനുവദിക്കില്ല, തൃപ്തിപ്പെടുകയില്ല. ഏറ്റവും മിനിമം ക്വാളിറ്റിയാണ് ഷഫാഅത്തിന് വേണ്ടത്. എന്നാൽ ഇതിന് നേരെ വിപരീതമാണെന്ത്, ഖവാരിജുകൾ. അവർ ഷഫാഅത്തിനെ നിഷേധിക്കുന്ന ആളാണ്. ഷഫാഅത്ത് തന്നെ ഇല്ല, ഷഫാഅത്ത് എന്നല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഈ രണ്ടു പേരുടെ നിലപാടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പല ആയത്തുകൾക്കും പല ഹദീസുകൾക്കും എതിരാകുന്നുണ്ട്. പല ആയത്തുകൾക്കും പല ഹദീസുകൾക്കും എതിരാകുന്നുണ്ട്. ഒരായത്തിനും ഒരു ഹദീസിനും എതിരാകാത്ത നിലപാടുകളാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ നിലപാടിന് എതിരായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ആയത്ത് മനസ്സിലാകാത്ത പ്രശ്നമാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ, ആ ഒരു നിലപാടിനോട് ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ എതിരായി നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ അറിവിന്റെ പ്രശ്നമാണ്, നമ്മുടെ അറിവിന്റെ കുറവാണ്. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, അങ്ങനെ ആർക്കെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലുള്ള വ്യക്തിയാണെങ്കിലും അവൻ ഏതെങ്കിലും ഒരു ആയത്ത് മറ്റൊരു ആയത്തിനോട് എതിരാകുന്നതായിട്ടോ
ഏതെങ്കിലും ഒരു ഹദീസ് മറ്റൊരു ഹദീസിനോട് എതിരാകുന്നതായിട്ടോ അവന് തോന്നുന്നുണ്ടെങ്കിൽ, അവന് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്നോളട്ടെ, ഞാൻ അവൻ എന്ത് ചെയ്യാം, അത് തമ്മിൽ ചേർത്ത് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ദീനിൽ ശരിയായ നിലപാട് എന്താണ്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ദീനിൽ ഇസ്ലാമിൽ കാണാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അല്ലാഹു ഖുർആനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹ് ഖുർആന്റെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നത് എന്താ, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലായിരുന്നെങ്കിൽ ഇതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ നിന്നായതുകൊണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല, തമ്മിൽ ചേരായിക ഉണ്ടാവില്ല. അങ്ങനെ തമ്മിൽ ചേരായിക നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്, നമ്മുടെ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണെന്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശിർക്ക് വയ്ക്കപ്പെടുന്നത് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അതിന് താഴെയുള്ള അതല്ലാത്ത, അതിൽപ്പെടാത്ത, അതിനേക്കാൾ ഗൗരവം കുറഞ്ഞതൊക്കെ അള്ളാഹു എന്ത് ചെയ്തേക്കാം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. ഈ ആയത്ത് വ്യക്തമാണ്. ഷിർക്ക് അള്ളാഹ് പൊറുക്കൂല. ഷിർക്കിനേക്കാൾ ഗൗരവം കുറഞ്ഞ മറ്റുള്ള തിന്മകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കും, ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കും. ഇതാണ് ഈ ആയത്ത് വ്യക്തമാണ്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ശ്രദ്ധിക്കണേ, ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ ആയത്താണ്. ഒരു മുഅ്മിനിനെ, മുഅ്മിനായ ഒരു ശരീരത്തെ മനഃപൂർവ്വം ഒരാൾ കൊന്നുകളഞ്ഞാൽ കൊലപാതകം, അതിന്റെ ശിക്ഷ എന്താ, ജസാഉഹു, അതിന്റെ ശിക്ഷ, അവനുള്ള പ്രതിഫലം ജഹന്നമു ഖാലിദൻ ഫീഹാ, കാലാകാലം നരകമാണ്, കാലാകാലം നരകമാണ്. ശ്രദ്ധിക്കണം, ഈ കൊലപാതകം എന്നുള്ളത് ഷിർക്കിനേക്കാൾ വലുതാണോ ചെറുതാണോ? ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന. ഖാലിദൻ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ല പുറത്തു കൊടുക്കൂലാണ്. അപ്പൊ ഇതെങ്ങനെ, രണ്ടും ആയത്തുകൾ തന്നെ, രണ്ടും ആയത്തുകൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് നമ്മുടെ അറിവിന്റെ പ്രശ്നമാണ്. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല, ഖുർആനിലല്ല ദീനിൽ ഇസ്ലാമിൽ എന്തില്ല, വൈരുദ്ധ്യങ്ങളില്ല. നമ്മൾക്ക് അങ്ങനെ വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവിന്റെ പ്രശ്നം, നമ്മുടെ അറിവിന്റെ പ്രശ്നം. ഇവിടെ എന്താ, ഈ ആയത്തിന്റെ അർത്ഥം എന്താ, ശരിക്കും ആ ഒരു തിന്മ, അതിന്റെ മ്ലേച്ഛതയും അതിന്റെ ഗൗരവവും കൊണ്ട് ശരിക്കും അതിന് നൽകേണ്ടിയിരുന്ന ശിക്ഷ എന്തായിരുന്നു, കാലാകാലം നരകം ശിക്ഷയായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ശിർക്കല്ലാത്തതിനൊക്കെ അവന്റെ മശീഅത്തിന്, എന്ന് വെച്ചാൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെച്ചാൽ ആ പ്രവർത്തനത്തിന് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ ഏതാണ്, പക്ഷെ അല്ലാഹു എന്ത് ചെയ്യില്ല, അതങ്ങനെ പറയുന്നത് എന്താ, ആ തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, ആ ഒരു രൂപത്തിൽ ശിക്ഷിക്കുകയില്ല, കാലാകാലം ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ദീനുൽ ഇസ്ലാം യാതൊരു എന്തില്ലാത്തതാണ്, കലർപ്പില്ലാത്തതാണെന്നും അതിൽ യാതൊരു വൈരുദ്ധ്യങ്ങളില്ല എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം, അതിനൊക്കെ സഹായിക്കുന്ന അറിവാണെന്ത്, ഉസൂൽ ഫിഖ് എന്നുള്ള അറിവ്. അതിനൊക്കെ സഹായിക്കുന്ന അറിവാണ് ഉസൂൽ ഫിഖ് എന്നുള്ള അറിവ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം, ഖുർആനും സുന്നത്തുമാകുന്ന കോട്ട. ഈ കോട്ടയുടെ അതിർവരമ്പ് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമതിലോ അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു അതിന്റെ ബൗണ്ടറി, അതാണ് ഇജ്മാ. എന്താണ് ഇജ്മാ? ഇജ്മാ എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഇല്ല സ്വഹാബത്തിനിടയിൽ, അല്ലെങ്കിൽ താബീങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദീങ്ങളായ, എന്ന് വെച്ചാൽ ഉസൂൽ ഫിഖിന്റെ ആ ഒരു രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ മസ്അലയായി വിഭാഗത്തിൽ പറഞ്ഞ ആ ഒരു ഉസൂൽ ഫിഖിന്റെ എന്ന് വെച്ചാൽ തെളിവുകൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന പണ്ഡിതന്മാർ, അത്തരം ആളുകൾ ഒരു വിഷയത്തിൽ രണ്ടാലൊരു അഭിപ്രായം അവർ പറയുന്നില്ല, ആ വിഷയത്തിൽ അവർക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇജ്മാ എന്ന് പറയുന്നത്.
ചില ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഇല്ല. ആ വിഷയത്തിൽ രണ്ടാമത് ഒരു അഭിപ്രായം ഇല്ല. ഈ ഇജ്മാ ദീനിൽ തെളിവാണ്. ഈ ഇജ്മാ എന്നുള്ളത് ദീനിൽ തെളിവാണ്. എന്ന് വെച്ചാൽ സ്വഹാബത്ത് എല്ലാവരും ഒരു കാര്യം ദീനിന്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ അതെന്താണ്? ഈ ദീനിൽ തെളിവാണ്. അത് ദീനിൽ തെളിവാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അർ-റഹ്മാനു അലൽ അർശിസ്തവ. അർ-റഹ്മാനു അലൽ അർശിസ്തവ. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. അർശിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. എന്താണ് ഇസ്തിവ എന്നുള്ള വാക്കിന്റെ അർത്ഥം? എന്താ അർത്ഥം? നമ്മുടെ നാട്ടിൽ എങ്ങനെ പറയാറ്? ഉപവിഷ്ടനായി. ഉപവിഷ്ടനായി പറഞ്ഞ എന്താ അർത്ഥം? ഇരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉപവിഷ്ടനായി പറഞ്ഞാൽ എന്താ? ഇരുന്നു എന്നാണ്. സിംഹാസനസ്ഥനായി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ സിംഹാസനത്തിൽ ഇരുന്നു. ഇസ്തവ എന്നുള്ള വാക്ക് പദം അല എന്നുള്ളതിന്റെ കൂടെ ചേർന്ന് വന്നാൽ അത് ഉപരിയിലായി മുകളിലായി എന്നുള്ള അർത്ഥമാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അതിനങ്ങനെയാണ് അർത്ഥം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിലായി എന്നതാണ് ആയത്തിന്റെ അർത്ഥം എന്നുള്ളതിൽ സ്വഹാബത്തിനോ താബിങ്ങൾക്കിടയിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. രണ്ടാമതൊരു അഭിപ്രായമില്ല. അപ്പൊ ഉപവിഷ്ടനായി എന്ന് പറയുന്നത് എന്താ? തെറ്റാണ്. സിംഹാസനസ്ഥനായി എന്ന് പറയുന്നത് തെറ്റാണ്. അള്ളാഹു അർശിന് ഉപരിയിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് ഉപരിയിലായി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളതിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമില്ല. അതിനാണ് എന്തു പറയാ? ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറയാം. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറയാം. ഈ ഇജ്മാ എന്താണ്? ദീനിൽ ഹുജ്ജത്താണ്, തെളിവാണ്. ദീനിൽ തെളിവാണ്. ഇജ്മാ തെളിവാണെന്നുള്ളതിന് തെളിവ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാത്തിനും തെളിവ് വഹയാണ്, ഖുർആനും സ്വഹിയായ ഹദീസുകളാണ്. ഇജ്മാ തെളിവാണ് നമുക്ക് പറയണമെങ്കിൽ അതെന്താ അറിയാം? അത് തെളിവാണെന്ന് അറിയിക്കുന്ന തെളിവ് എന്തിൽ വേണം? ഖുർആനിലോ ഹദീസിലോ വേണം. ഖുർആനിലോ ഹദീസിലോ വേണം. ഖുർആനിൽ എന്താ തെളിവുള്ളത്? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തെളിവ് പിടിക്കുന്ന സ്ഥിതിയിലാണ് ചെയ്യുന്നത്. തെളിവ് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു വിഷയത്തിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. ഇതിലെവിടെ ഇജ്മാന്റെ തെളിവോടെ? അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത്. അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആണ് എന്ത് പറഞ്ഞത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ കൽപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസത്തിലാകാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിന് തൃപ്തിയുണ്ട് എന്നുള്ളത് ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമാകാത്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? ഇജ്മാ എന്ന് പറയാം. അതുപോലെ തന്നെ ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം എപ്പോഴും എന്തുണ്ടാവും? ഹക്കിലായിക്കൊണ്ട്. ആരൊക്കെ ഹക്കും തെറ്റിപ്പോലും എങ്ങനെയൊക്കെ പോലും ഒരു വിഭാഗം എപ്പോഴും ഹക്കിലായിക്കൊണ്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കാന്ന് പറയുമ്പോൾ ഈ ഹക്കിന്റെ ആളുകൾ എന്ത് ചെയ്യണം? അതിൽ യോജിക്കണം. എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കാന്ന് പറയുമ്പോൾ ഈ ഹക്കിന്റെ ആളുകൾ എന്ത് ചെയ്യണം? അതിൽ യോജിക്കണം. അപ്പൊ എല്ലാവരും ഒരു കാര്യത്തിൽ യോജിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഹക്കിന്റെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ യോജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്തായാലും ഒരിക്കലും ഹക്കല്ലാതെ ആവുകയില്ല. അതൊരിക്കലും ഹക്കല്ലാതെ ആവുകയില്ല. ഈ ഇജ്മാ ഇതിന്റെ പുറത്തേക്ക് നമ്മൾ പറഞ്ഞു, ഇത് ഈ കോർട്ടിന്റെ ബൗണ്ടറിയാണ്. ഇതിന് പുറത്തേക്ക് ഒരാൾ കടന്നു കഴിഞ്ഞാൽ അവൻ ഖുർആന്റെയും സുന്നത്തിന്റെയും ആ ഒരു ബലമായ കോട്ടന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നു. ശ്രദ്ധിക്കണം, ചുറ്റും ശത്രുക്കളുള്ളൊരവസ്ഥയിൽ ഒരു കോട്ട ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ബലവത്തായ കോട്ടൻ ആ കോട്ടയ്ക്കുള്ളിൽ കയറിയാൽ ഒരുത്തൻ സംരക്ഷിക്കപ്പെട്ടു. അവൻ ആ കോട്ടന്റെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ
കോട്ടന്റെ പുറത്ത് കിടന്നാൽ പിന്നെയും പ്രശ്നമില്ല. ആ കോട്ടന്റെ ബൗണ്ടറി, അതിന് ചുറ്റുമതിൽ, അതിന്റെയും പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവന് പിന്നെ യാതൊരു സംരക്ഷണവും ഇല്ല. അവനെന്താ സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. ഇജ്മാഅകൾക്കെതിരായി കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയാണ്? ഒരാൾ ഇജ്മാഅകൾക്കെതിരായി കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയാണ്? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഒരാൾ ഉദറുകളില്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും ഒരു ഇജ്മാഅിനെതിരായി കഴിഞ്ഞാൽ അവനോട് ബിദ്അത്തുകാരോട് പെരുമാറുന്ന പോലെ അവന് മുബ്തദിയാവും. വ്യക്തിപരമായി തബ്ദീൽ ചെയ്യുന്ന വേറെ വിഷയം. പക്ഷെ അവൻ ബിദ്അത്തുകാരുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതായി മാറും. നമ്മൾ ഖുർആന്റെയും സുന്നത്തിന്റെയും ആളല്ലാതായി തീരും. എപ്പോ? ഇജ്മാഇനെതിരാകുമ്പോൾ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഇജ്മാഇന് പോലും നമ്മൾ എതിരാവാൻ പാടില്ല. നമ്മൾ ഇജ്മാഇനെതിരായി കഴിഞ്ഞാൽ നമ്മൾ എന്തിനെതിരായി എന്നർത്ഥം? ഖുർആനും സുന്നത്തിനെതിരായി എന്നർത്ഥം. ഖുർആനും സുന്നത്തിനും എതിരായി. ഒരു ഉദാഹരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ റിസാലത്ത് അല്ലെ, മുഹമ്മദുൻ റസൂലുള്ളാഹ് അല്ലെ, അള്ളാഹുവിന്റെ റസൂലാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷഹാദത്തിൽ ഉച്ചരിക്കുക. ഈ റിസാലത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകപ്പെട്ട ആ സമയം മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുള്ള ഓരോരുത്തർക്കും ഇത് ബാധകമാണെന്ന് വെച്ചാൽ അത് പാലിക്കലും പിൻപറ്റലും നിർബന്ധമാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. എന്നുവെച്ചാൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റൂല. ഒരാൾക്കും അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റൂല. ഇത് ഇജ്മാ ഉള്ള വിഷയം. നമുക്കൊക്കെ അറിയുന്ന കാര്യം. നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു ഇജ്മാ കൂടെ ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കണേ, ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഇജ്മാ കൂടെ ഉണ്ട്. ദീനിൽ നിന്ന് നമ്മളെ പുറത്തു കടക്കാതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകാതെ നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷണ കവചമാണ് ഇജ്മാഅുകൾ എന്നുള്ളത്. ഒരു വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതല്ലാത്ത ഒരു നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഒരു വിഷയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ എന്ത് ചെയ്യും? പുറത്തു പോകുന്ന അത്രയും അപകടം പിടിച്ചൊരു വിഷയമാണ്. ആ ദുനിയാവിലെ ആഖിറത്തിലും നമുക്ക് ഒരുപാട് അപകടങ്ങൾ നമ്മളതിനെ കൊണ്ടുചെന്ന് എത്തിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇജ്മാഅുകൾക്കെതിരാവുക എന്നുള്ളത്. പറഞ്ഞു വന്നത്, ഇത് ഈ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദ്ദേഹത്തിന്റെ റിസാലത്ത് അതെല്ലാവരിലേക്കും എത്തും, ബാധിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം റസൂലാ നിശ്ചയിക്കപ്പെട്ട ആ സമയം മുതൽ, ആ ദിവസം മുതൽ ഖിയാമത്ത് നാൾ വരേക്കുള്ള ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടല്ലാതെ സ്വർഗത്ത് പോവാൻ പറ്റൂല. ഇത് ഇജ്മാ ഉള്ള വിഷയം. ഇതിനോട് ചേർത്ത് വരേണ്ട ഒരു ഇജ്മാ ആണെന്ത് സൂചിപ്പിക്കാൻ വന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക്, ശ്രദ്ധിക്കണേ, നമ്മളൊരു വിശ്വസിക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ എന്ന് വെച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതില്ല. ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല, ഒരു ഹറാമ് ചെയ്യുകയോ വാജിബോ നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ് ഒരാൾക്ക്, അയാൾ ഇന്ന വലിയൊരു വ്യക്തിയാണ്, വലിയ സ്ഥാനമുള്ള ഒരാളാണ്, അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾ കാഫിറാവും. അത് ഇജ്മാ ഉള്ള വിഷയം. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഫ്റാണെന്നുള്ളത് എന്തുണ്ട്? അതിൽ ഇജ്മാ ഉണ്ട്. അല്ലെ? പല എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പല തങ്ങന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെന്ന് പറയുന്ന പല ആളുകൾ, അവരുടെയൊക്കെ അവസ്ഥ എന്താ? അവരുടെ മുരീദന്മാര് ഷെയ്ഖന്മാരുടെ, തങ്ങളുടെ ഷെയ്ഖന്മാരുടെ മദ്ഹായിക്കൊണ്ട് അവരുടെ മദ്ഹ് ഗ്രന്ഥങ്ങളിൽ എഴുതാറുള്ള, പരസ്യമായി പ്രചരിപ്പിക്കാറുള്ള കാര്യങ്ങളാണ് എന്ത്? അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഉദാഹരണത്തിന് പറയാം. ഞങ്ങളുടെ ഷെയ്ഖുന, മടവൂർ ഷെയ്ഖുന CM, അദ്ദേഹം റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, റമദാനിലെ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്? നോമ്പ് മുറിപ്പിക്കാറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവരൊരു മോശപ്പെട്ടൊരു കാര്യമായിട്ടല്ല അവർ പറയാം, അവർ മദ്ഹായിട്ട്. എന്തുകൊണ്ടാണ് അവർ മദ്ഹായിട്ട് ഇത് കണക്കാക്കാൻ കാരണം? അവർ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത് മടവൂരിന് എന്ത് പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ പിൻപറ്റേണ്ടതില്ല. കാരണം മടവൂര് ഷെയ്ഖാണ്, വലിയാണ്. അവർ തെളിവും പറയും, ആയത്തുകളും ഹദീസുകളൊക്കെ പറയുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഫ്റാണ്.
ആ വിശ്വസിക്കുന്നവൻ, ആ വ്യക്തിയുടെ സിഎമ്മിന്റെ വിഷയം ഞാൻ പറയാം, അങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫിറായി. അതിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന, വളരെ വളരെ വലിയൊരു വിഷയമാണ് ചുരുക്കി പറയുന്നത്. പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അതിന്റെ ഗൗരവവും പ്രാധാന്യം മനസ്സിലാകാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. എന്നുവെച്ചാൽ തെളിവുകൾ. നമ്മൾ പറഞ്ഞു ഉസൂൽ ഫിഖ് എന്നുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഈ തെളിവുകൾ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഈ തെളിവുകളിൽ നിന്ന് എങ്ങനെയാണ് തെളിവ് പിടിക്കേണ്ടത്, എങ്ങനെ ഒരായത്ത് അതിന് വാജിബിനെയാണ് അറിയിക്കുന്നത്, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, അത് സുന്നത്തിനാണ് അറിയിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, ഇങ്ങനെ കുറേ കാര്യം. അതിന് ഭാഷാപരമായിട്ടും അതല്ലാത്തതുമായ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അത് എന്താ പറയാ, അത് അറബി ഭാഷ അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുകയും നമ്മൾ അതിന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അതിൽ അറബി ഭാഷയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറബി ഭാഷ പഠിക്കാത്ത ഒരാൾ അവന്റെ ദീനും അറബി ഭാഷ പഠിച്ച ഒരാളുടെ ദീനും ഒരിക്കലും സമാവില്ല, ഒരിക്കലും സമാവില്ല. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സാധിക്കുന്ന വഴികളിലൂടെയൊക്കെ നിങ്ങൾ അറബി ഭാഷ പഠിക്കാൻ ശ്രമിക്കണം. എന്തു കൊടുത്തിട്ടും നിങ്ങൾക്ക് പറ്റാവുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യണം, അറബി ഭാഷ പഠിക്കാൻ കൃത്യമായി മനഹജ് അഖീദയ്ക്കുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ കൂടെ കൂടി അവരിൽ നിന്ന് അറബി ഭാഷ പഠിച്ചെടുക്കാൻ നിങ്ങൾ ആവുന്ന രൂപത്തിലൊക്കെ പരിശ്രമിക്കണം. ഓരോരുത്തരും അറബി ഭാഷ പഠിക്കുന്നതുകൊണ്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. അത് ഉസൂൽ ഫിഖിലും വളരെയധികം പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് അറബി ഭാഷയുടെ ഭാഗം എന്നുള്ളത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ സാന്ദർഭിക സൂചിപ്പിച്ചാണ്, ഖുർആനും സുന്നത്തും പറഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്യാം ബിദ്അത്തിന്റെ ആളുകൾ എന്തൊരു കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യും, ബിദ്അത്തിന്റെ ആളുകൾ ഖുർആനും സുന്നത്തും തെളിവ് പറയും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മക്കാ മുശ്രിക്കുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ് എന്ത്, ലോകത്തെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്നും അവർക്ക് റിസ്ക് നൽകുന്നത് ആരാണെന്നും അവരെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂന അല്ലാഹു ആണെന്ന് അവർ പറയും. അവർക്കതിൽ യാതൊരു സംശയമില്ല. ആ ഒരു അടിസ്ഥാനം പോലും, ആ ഒരു നഗ്ന സത്യം പോലും അതിന് എതിരാകുന്ന കാര്യം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഖുർആന്റെ ആയത്ത് തെളിപിടിച്ചിട്ടാണ്. ശ്രദ്ധിക്കണം. ഏതൊരു പച്ചയായ മുസ്ലിമിനും ചെറിയൊരു കുട്ടിക്ക് പോലും അറിയുന്ന യാഥാർത്ഥ്യത്തിന് എതിരാകുന്ന പച്ചയായ കുഫർ പറയാൻ തെളിവ് പിടിക്കുന്നുണ്ട് ആയത്താണ്. അപ്പോ നമുക്ക് ഖുർആൻ സുന്നത്തിൽ നിന്ന് നമുക്ക് തോന്നിയതുപോലെ നമുക്ക് മനസ്സിലായതുപോലെയൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, സ്വഹാബത്ത് മനസ്സിലാക്കി പോലും മനസ്സിലാക്കണമെന്നില്ല, സ്വഹാബത്ത് മനുഷ്യന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരാണ്, അപ്പൊ അവർക്ക് പറ്റിയതുപോലെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച പോലെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ അബദ്ധമാണ്, വലിയ അബദ്ധമാണ്. ഖുർആൻ സുന്നത്തും എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹലാകു ഉമ്മത്തി ഫി ഹാദൽ കിതാബ്, എന്റെ ഉമ്മത്തിന്റെ നാശം ഈ ഖുർആനിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിങ്ങനെ ഖുർആൻ അല്ലാഹു ഹിദായത്ത് ഇറക്കിയതല്ലേ, ഹുദൻ ലിൽ മുത്തഖീൻ. പക്ഷേ യുദില്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു എന്ത് ചെയ്യും, പലരെയും വഴിതെറ്റിക്കും. അതെങ്ങനെയാ, ഖുർആൻ എങ്ങനെയാണ് അതിന് തെളിവ് പിടിക്കേണ്ടത് അതൊന്നും പഠിക്കാതെ, അതിൽ സ്വഹാബത്തിന്റെ മാതൃക മനസ്സിലാക്കാതെ ഖവാരിജുകൾ അങ്ങനെ പഠിച്ചു പോയത് ചിന്തിച്ചു നോക്ക്. യഖറഊനൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. എത്രത്തോളം നിങ്ങൾ അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിസ്കാരത്തോട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നാണം തോന്നും. പക്ഷെ നമ്മളെത്ര കുറഞ്ഞു പോയി എന്ന് തോന്നും ആരുടെ ഇബാദത്തുകൾ കണ്ടാൽ, ഖവാരിജുകൾ കണ്ടാൽ. അത്രയും ഇബാദത്തുകൾ ചെയ്തിരുന്ന, ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുകൾ അവരെങ്ങനെയാണ് ബിദ്അത്തുകാരായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞ കിലാബുന്നാർ, നരകത്തിന്റെ നായ്ക്കളെന്നായി. എങ്ങനെ ആ രൂപത്തിലേക്കായത്? അവർ ഖുർആൻ കൊണ്ട് തന്നെയാണ് തെളിവ് പിടിക്കുന്നത്. പക്ഷെ തെളിവ് പിടിക്കേണ്ടതിന് കുറെ അടിസ്ഥാനങ്ങളുണ്ട്. അതാണ് ഈ ഉസൂൽ ഫിഖിന്റെ രണ്ടാമത്തെ ഭാഗം. ഉസൂൽ ഫിഖിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ പറയാം, മനസ്സിലാൻ വേണ്ടി പറയാം. ഈ ഇജ്മാഇനെതിരാവത് നമ്മൾ ഒരു കാര്യം തെളിവ് പിടിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു ഇജ്മാ വന്നിട്ടുണ്ട്, ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് ഇജ്മാ ഉണ്ടെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ നമ്മൾ വകയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രത്യേക ഒരു അർത്ഥം അവിടെ പറയാൻ പാടില്ല. എത്ര വലിയ പണ്ഡിതനാണ് ശരി. ഒരു വിഷയത്തിൽ ഒരു ആയത്തിന്റെ അർത്ഥത്തിൽ ഒരു ഹദീസിന്റെ അർത്ഥത്തിൽ ഇജ്മാ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരാവാൻ പാടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ
അള്ളാഹുവിന് പുറമെ മുദബ്ബിർ ഉണ്ട്, ലോകത്തെ നിയന്ത്രിക്കുന്നത് CM ആണെന്നൊക്കെ പറയുന്ന ആളുകൾ. അതിന് തെളിവ് പിടിക്കുന്ന ആയത്ത് എന്താ? ഫൽ മുദബ്ബിറാത്തി അമ്ര. മനസ്സിലാൻ വേണ്ടി പറയാം. ഫൽ മുദബ്ബിറാത്തി അമ്ര. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? നേർക്ക് നേരെ നോക്കിയ എന്താ അർത്ഥം? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ. ബഹുവചനാണ്. മുദബ്ബിറാത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. അപ്പൊ ഒന്നിലധികം ഉണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒന്നിലധികം എന്തൊക്കെയുണ്ട് എന്നാണ് ഈ ആയത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം. പക്ഷെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇജ്മാ ഉണ്ട്. എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന? എന്താ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു മഴ പെയ്യിക്കാൻ കൽപ്പിക്കുമ്പോൾ മഴ പെയ്യിപ്പിക്കുന്ന മലക്കുകൾ, കാറ്റ് വീശിക്കാൻ കൽപ്പിക്കുമ്പോൾ കാറ്റ് വീശിക്കുന്ന മലക്കുകൾ, ചെടി മുളപ്പിക്കാൻ കൽപ്പിക്കുന്ന ചെടി മുളപ്പിക്കുന്ന മലക്കുകൾ, ഈ മലക്കുകളാണ് മുദബ്ബിറാത്ത് കൊണ്ട് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ ഒരു ഇജ്മാ നമ്മൾ എന്ത് ചെയ്യരുത്? ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഇജ്മാനെതിരായി കഴിഞ്ഞാൽ നമ്മൾ പോയി. നമ്മൾ ആ സംരക്ഷണ കവചത്തിൽ നിന്ന് എന്ത് ചെയ്തു? കോട്ടയ്ക്കുള്ളിൽ നമ്മൾ പുറത്തു കടന്നു. നമ്മളെ എന്ത് അപകടം നമുക്ക് സംഭവിക്കാം, ദുനിയാവിലാണെങ്കിൽ ആഖിറത്തിലാണെങ്കിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം അവസാനിപ്പിക്കുകയാണ്, സമയമായിട്ടുണ്ട്. മൂന്നാമത്തെ ഉസൂൽ ഫിഖിന്റെ ഭാഗം എന്നുള്ളത്, ഇതാരാണ് സംസാരിക്കേണ്ടത്? ഖുറാനും സുന്നത്തും കൊണ്ട് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും. എന്ത് പറ്റും? ഖുറാനും സുന്നത്തും ഈ രൂപത്തിൽ ഉസൂൽ ഫിഖ് പഠിച്ചിട്ടുള്ള വലിയ വലിയ ഉലമാക്കൾ അവർ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ഇന്ന പണ്ഡിതൻ ഇന്നത് പറഞ്ഞു എന്ന് നമുക്ക് പറയാം. നമ്മൾക്കത് ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പല പണ്ഡിതന്മാരും പറഞ്ഞത് പലവിടെ നിന്നും ക്രോഡീകരിച്ചിട്ട് പറയുന്ന എന്റെ വകയായിട്ടൊന്നുമില്ല. ഓരോ വിഷയങ്ങൾ നമ്മൾ ഏത് ദർസ് എടുക്കുമ്പോഴും ഇതുവരെ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ ഏതെങ്കിലും പണ്ഡിതന്മാർ സംസാരിച്ചത് നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ വകയായിട്ടൊന്നും പറയുന്നില്ല. അത് പറയാൻ പാടില്ല എപ്പോഴല്ലാതെ. ഈ വിഷയത്തിൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. അതാണ് മൂന്നാമത്തെ ഭാഗം. ആ നിബന്ധനകൾ ഒത്തുവന്ന ഒരാളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഖുർആനിൽ നിന്നും ഹദീസുകളും നേരിട്ട് തെളിവുകൾ അത് നോക്കി അതിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് വെച്ചാൽ ദീനിൽ സംസാരിക്കാന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ. നമ്മളാരും എന്ത് ചെയ്യരുത്? ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വിഷയം നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വിഷയത്തിലുള്ള തെളിവുകളൊക്കെ നമ്മൾ ശേഖരിക്കണം. അതിന് തെളിവുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. നമുക്ക് എന്തൊക്കെ തെളിവുകൾ എന്ന് അറിയില്ല. ഒന്നാമത്തെ വിഷയം. ഈ തെളിവുകൾ ഖുറാനും സുന്നത്തും തന്നെ പ്രധാനപ്പെട്ടത് എടുത്തു വെച്ചാൽ തന്നെയും ഈ ഖുറാനിൽ എവിടേക്കാണ് ഈ വിഷയം പരാമർശിക്കുന്നത് നമുക്കറിയോ? ഏതെങ്കിലും ഒരു വിഷയം നമ്മളത് പറഞ്ഞാൽ ഖുറാനിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ വിഷയം പരാമർശിക്കുന്നത് നമുക്കറിയില്ല. അത് അറിയണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? അത് ഒരുമിച്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് എത്ര വോള്യങ്ങൾ ഉണ്ടെന്ന് അറിയാം. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കണം. ചില്ലറ പണിയൊന്നുമല്ല. ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് അതൊന്നിനും എതിരാകാത്തൊരു ആശയത്തിലേക്ക്, വിധിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും അറിവുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർ ദീനിന്റെ വിഷയം സംസാരിച്ചാൽ നമ്മളത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇന്ന പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ബാസ് റഹിമുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹുസൈം റഹിമുള്ള ഇങ്ങനെ. നമുക്ക് അങ്ങനെ അവരിൽ നിന്ന് പറഞ്ഞു തന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അവർ പറഞ്ഞ് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതല്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ ദീനിന്റെ വിഷയത്തിൽ സ്വയം ഒരു കാര്യം പറയാൻ പാടില്ല. മിണ്ടാതിരിക്കണം. ഒരു കാര്യം അറിയില്ലെങ്കിൽ ചോദിക്കാറിയുന്നവർ അങ്ങനെ ചോദിച്ച് അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ വെറുതെ ശക്കിന്റെ രൂപത്തിൽ ആയിരിക്കോ ശരിയായിരിക്കോ അല്ലയോ എന്നുള്ള ശക്കിൽ നമ്മൾ നമ്മുടെ ദീനിനെ കൊണ്ടുവരുത്. ആഖിറത്തിലെ ശക്കിലേക്ക് എത്തിക്കും. നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ നമുക്ക് ശക്കുള്ള രൂപത്തിൽ നമ്മൾ ദുനിയാവ് ജീവിക്കരുത്. ഉറപ്പിലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അറിവിന്റെ അടിസ്ഥാനത്തിലേ നമ്മൾ പ്രവർത്തിക്കാവൂ, വിശ്വസിക്കാവൂ, നിലപാടുകൾ സ്വീകരിക്കാവൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഉപ്പമാരുടെ വിശ്വാസങ്ങളൊക്കെയാണ് നമ്മൾ വിശ്വാസങ്ങളെ പഠിച്ചിട്ടുണ്ടാവുക. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടുകാർ നിസ്കരിക്കുന്ന പോലെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ശരിയായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ശരി തന്നെയാണോ, ദീനിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും, വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും അങ്ങനെ ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. ഓരോ നമ്മൾക്ക് ഞാൻ ഇങ്ങനെ മരണപ്പെട്ട് ഈ രൂപത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്
റബ്ബ് സുബ്ഹാനഹു തിന്മകൾ പുറത്തു തരികയാണെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റും എന്നുള്ള ഉറപ്പിന്മേലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. ആ ഉറപ്പ് വേണമെങ്കിൽ അറിവ് കൂടിയേ തീരും. അപ്പൊ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ അറിവില്ലാത്തവർ എന്ത് ചെയ്യാതിരിക്കുക, അവർക്ക് മാത്രമേ ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. അതല്ലാത്തവർ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ദീനിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞതാണ്. ഒരുപാട് വലിയൊരു വിഷയമാണ്. ഇത് പറയുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമുള്ളൊരു വിഷയമാണ്. ദീനിന്റെ വിഷയങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ദീൻ പഠിക്കാൻ പരമാവധി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക, സമയം കണ്ടെത്തുക. ഇത്തരം മജ്‌ലിസുകൾ പരമാവധി ഒഴിവാക്കാതെ നോക്കുക. നമ്മൾ പരമാവധി നേരത്തെ പറഞ്ഞതുപോലെ അറബി ഭാഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇൽമിന്റെ വാതായനങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. 24 മണിക്കൂറും ഇൽമ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരാൾ ഉദ്ദേശിച്ചാൽ അവന് പറ്റുന്നൊരു കാലഘട്ടമാണിത്. 24 മണിക്കൂർ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഏത് ദർസ് വേണമെങ്കിലും ഏത് പണ്ഡിതന്റെ വേണമെങ്കിലും ഇഷ്ടം പോലെ കിട്ടും. ഏത് തുടക്കക്കാർക്കുള്ളതും കുറച്ച് പഠിച്ചവർക്കുള്ളതും ഒരുപാട് പഠിച്ചവർക്കുള്ളതും ഏത് വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ, അഖീദ ആയിക്കോട്ടെ, ഫിഖ് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എളുപ്പമാക്കി തന്നിട്ട് നാളെ റബ്ബിന്റെ അടുക്കൽ പോയി നിൽക്കുമ്പോൾ നീ ഈ അറിവുകൾ, ഈ ഉപകാരങ്ങൾ, ഈ ടെക്നോളജിയും നിന്റെ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും അതുകൊണ്ട് നീ എത്ര അറിവ് നേടിയും ചോദിക്കുമ്പോൾ എനിക്ക് അറബി അറിയില്ലായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിന്റെ മുന്നിൽ ന്യായം പറയുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ്, നാണക്കേടാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നിൽ അറിവുകൾ കരസ്ഥമാക്കാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾ നമ്മൾ ചാടിക്കെടുക്കുക, മറികടക്കുക. അതിപ്പോൾ അറബി ഭാഷയാണെങ്കിൽ അറബി ഭാഷ മറികടക്കുക. നമ്മൾ എന്തൊക്കെ ഭാഷകൾ പഠിക്കാറുണ്ട് ജോലിക്കും ദുനിയാവിന്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടി. നമ്മുടെ മാതൃഭാഷ മാത്രം നമുക്കറിയാം അല്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ വളരെയധികം പഠിക്കാൻ പ്രയാസമുള്ളൊരു ഭാഷയാണ്. ആ ഭാഷയുടെ 10-1 പോലും പ്രയാസമില്ല അറബി ഭാഷ പഠിക്കാൻ. 10-1 പോലും ഇല്ല. അത്രയധികം എളുപ്പമുള്ള ഭാഷയാണ്. ആ ഭാഷ പഠിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളാണെങ്കിൽ ഒട്ടനവധിയാണ്. പറഞ്ഞ സമയമായിട്ടുണ്ട്. ഒട്ടനവധിയാണ്. അങ്ങനെ ആ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിസ്കാരം ഇപ്പോഴത്തെ നിസ്കാരം പോലെ ആവൂല. നിങ്ങളുടെ ഖുർആൻ പാരായണം ഇപ്പോഴത്തെ ഖുർആൻ പാരായണം പോലെ ആവൂല. രണ്ട് തരാണ്. അവരൊന്ന് ആന ആടും പോലെയാണ്. വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഓരോ ദിക്റുകൾ പോലും അതൊക്കെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പരമാവധി ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാൻ, അത് വളരെ ആഴത്തിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ ആഴത്തിൽ തന്നെ പഠിക്കാൻ. എത്രത്തോളം നമുക്ക് ഇൽമുണ്ടോ അത്രത്തോളം നല്ലതാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ ദുനിയാവിലെ ആഖിറത്തിലെയും എല്ലാ ഖൈറിന്റെ അടിസ്ഥാനം ശറഈ ഇൽമാണ്. നെയ്യേറിയ അപ്പം കേടുവരില്ല എന്ന് പറയുന്നത് പോലെ ഇൽമു കൂടിയ ഒരു പ്രശ്നം വരില്ല. ശരിയായ ഇൽമാണെങ്കിൽ, ശരിയായ പണ്ഡിത ഉലമാക്കളുടെ അടുക്കൽ നിന്ന് പഠിക്കുന്നെങ്കിൽ അത് പഠിക്കുന്തോറും ഖൈർ മാത്രമേ ഉള്ളൂ. എത്രത്തോളം നമുക്ക് ഇൽമുണ്ടോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിൽ വലിയ പദവികളിലായിരിക്കും. നമുക്ക് എത്രത്തോളം ഇൽമു കുറവാണോ അത്രത്തോളം നമുക്ക് സ്വർഗത്തിലെ ദർജകളും കുറവായിരിക്കും. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഇൽമുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ ദീനിന്റെ ഓരോ വിഷയത്തിലും, ഈ ഓരോ വിഷയങ്ങളിലേക്കുള്ള വാതിലാണ് അറബി ഭാഷ. അതുകൊണ്ടാണ് അറബി ഭാഷയുടെ വിഷയം അത്രയധികം ഗൗരവത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു കടമ്പ കടന്നാൽ പിന്നെ നമുക്ക് ഒരു കടലാണ് അറിവിന്റെ. ഈ ഒരു കടല് നമ്മുടെ മുന്നിലുണ്ടായിട്ട് അത് നമുക്കതൊന്നും ഒരു തുള്ളി പോലും രുചിക്കാൻ പറ്റാത്തൊരു ഗതികേട് നമ്മുടെ ആലോചിച്ച് നോക്ക്. ആ ഒരു ഗതികേട് മാറണമെങ്കിൽ അറബി ഭാഷ പഠിച്ചേ മതിയാവും. വേറെ ഒരു നിവൃത്തിയില്ല. അറബി ഭാഷയിലെ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനും അതിന് സബ്സ്റ്റൈറ്റിൽ കൊടുക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതൊക്കെ എല്ലാ ക്ലാസ്സുകളൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വളരെ ശ്രദ്ധിക്കുക, വളരെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ ഓരോരുത്തരെയും നമ്മൾ കഴിവിന്റെ പരമാവധി, നമുക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നമുക്ക് അറിവുകൾ കരസ്ഥമാക്കാനും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.